ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ജൂലൈ 4 ശുക്രൻ ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. അതുപോലെ ചൊവ്വ 11 സ്ഥിതി തുടരുന്നു. സൂര്യൻ ജൂലൈ 16 12 നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ ജൂലൈ 7 ജന്മരാശിയിൽ നിന്നും 12 വക്രത്തിൽ രാശി മാറുന്നു. ജൂലൈ 24 ആ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ശനി 9 സ്ഥിതി തുടരുന്നു. ജൂലൈ 27 ശനി വക്രസ്ഥിതിയിലാവുന്നു. രാഹു അഷ്ടമത്തിലും കേതു 2 സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ ബുധൻ സൂര്യൻ ഈ 3 ഗ്രഹങ്ങൾക്കാണ് ജൂലൈ മാസത്തിൽ രാശിമാറ്റങ്ങൾ വരുന്നത്. അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. അതുപോലെ ശനിയാണെങ്കിൽ വക്രസ്ഥിതിയിൽ വരുന്നു. ഇതാണ് ജൂലൈ മാസത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. ഗുരു 6ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം 6ാം ഭാവത്തിൻ്റെ അഷ്ടമസ്ഥാനമാണ് ഈ ലഗ്നരാശി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറി ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് ലഗ്നരാശിയിലൊക്കെ ഗുരു ഉച്ചസ്ഥിതനായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചെറിയ ഒബീസിറ്റി പ്രോബ്ലമൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഫാറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കണം. മധുരം ഉള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ഒഴിവാക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ 12 ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യൻ 12 ആദ്യത്തെ പകുതി. അപ്പം ചിലർക്ക് ചിലപ്പോൾ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ യാത്രകളിലൊക്കെ ഒരു കെയർ ആദ്യത്തെ 2 വാരം വേണം. അതുപോലെ അഷ്ടമത്തിൽ രാഹുവൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഡ്രൈവിങ്ങിലും യാത്രകളിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അതുപോലെ ആ ചൊവ്വയാണെങ്കിൽ യോഗകാരകനും കൂടിയാണ്. അപ്പോൾ ചൊവ്വ യോഗകാരകനായിട്ടുള്ള ചൊവ്വ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, തൊഴിൽപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിലിടത്ത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ പരിഹരിക്കാനും ഒക്കെയുള്ള സമയമാണ്. പൊതുവെ തൊഴിലിടത്ത് ശത്രുക്കളുടെ ശല്യം കുറയും. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 വാരം അവരുടെ അവരുടെ തൊഴിലൊക്കെ ഒരു അവലോകനത്തിന് വിധേയമാക്കേണ്ടുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ആ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. മാത്രമല്ല ആ ബുധനാണെങ്കിൽ 3ാം ഭാവത്തിൻ്റെ അധിപനും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രാ സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ ഒന്ന് പരിശോധിക്കണം. വിസ സംബന്ധമായിട്ടൊക്കെയുള്ള ആ രേഖകളൊന്ന് പരിശോധിക്കണം. അതുപോലെ മറ്റെന്ത് ഡോക്യുമെൻ്റ് ആയാലും അതിലെന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയം കൂടെയാണ്. അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് അവർക്ക് വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ കാലതാമസമൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷകർക്കും ഒക്കെ അവസാനത്തെ വാരം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ബുധനാണെങ്കിൽ വക്രസ്ഥിതിയിലാണ്. ആ 7 ബുധൻ്റെ വക്രദൃഷ്ടി 7ാം ഭാവത്തിലേക്ക് പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിയും 7ലുണ്ട്.
അപ്പോൾ പൊതുവേ നമുക്ക് 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്തുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബിസിനസ് പരമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതേസമയം നമുക്ക് ബിസിനസ് കാരകൻ വക്രസ്ഥിതിയിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും നമുക്ക് ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 7-ൽ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമുക്ക് വിദേശ വിപണനം ഒക്കെ തന്നെ കാര്യക്ഷമമായിട്ട് പോകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും, സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് അവർക്കൊക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ബുധനും വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ 3 വാരം. അപ്പോൾ നമ്മൾ പഠന സംബന്ധമായിട്ടുള്ള ചെലവ് അവലോകനം ചെയ്യുന്ന സമയമാണ്, പഠനം അവലോകനം ചെയ്യുന്ന സമയമാണ്. പൊതുവെ പഠനമൊക്കെ വിലയിരുത്തി അത് അതിൻ്റെ ദോഷങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ പഴയ തീരുമാനങ്ങളിലൊക്കെ കറക്ഷൻ വരുത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പഠനം സുഗമമാക്കി കൊണ്ടുപോകാൻ കഴിയും. 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11-ൽ തന്നെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അവിടെ നിന്നിട്ട് ആ ചൊവ്വ 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 5-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പഠനമൊക്കെ നമുക്ക് നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്, അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമെന്ന് പറയാം. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9-ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ എന്തെങ്കിലും ആലസ്യമോ അല്ലെങ്കിൽ മെല്ലപ്പോക്കോ തടസ്സങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് ആ ഗുരുവിൻ്റെ ഭാഗ്യഭാവാധിപനായ ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് വളരെ സഹായകമാണ്. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം പഠനത്തിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലും ഇൻ്റലക്ച്വൽ തലത്തിലുമൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി ധനസ്ഥിതി. അപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ നമുക്ക് ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ 4-ന് ധനസ്ഥാനത്ത് വരികയാണ്. അത് ധനവരവ് കൂടുന്നതിന് ഇടയാക്കും. അതുപോലെ ഈ ശുക്രനാണെങ്കിൽ 4-ാം ഭാവാധിപനും കൂടിയാണ്, സുഖസ്ഥാനാധിപനാണ്. 4-ന്റെ 11-ആണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ധനസുഖം, സമ്പാദ്യവർദ്ധനയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പണം നമുക്ക് നിക്ഷേപിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. ഇപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ്. കടബാധ്യതകളൊക്കെ കുറയ്ക്കാനാകും. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനും കൂടെയാണ് ആ ഗുരു. ഇപ്പോൾ ആദ്യ പകുതി ഈ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ലും അവസാനത്തെ പകുതി ആ സൂര്യൻ ജന്മരാശിയിലും വരുന്നു. അപ്പോൾ അതൊക്കെ ധനച്ചെലവും ഉണ്ടാക്കാം, അതേസമയം ധനവരവിനും അത് സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് തലത്തിൽ പ്രോപ്പർട്ടി ക്രയവിക്രയങ്ങൾ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പം ഫാമിലി തലത്തിലൊക്കെ നമുക്ക് എക്സ്പെൻഡിച്ചറൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി 7-ാം ഭാവാധിപനായ ശനിയിലുണ്ട്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് സമാന സ്വഭാവമുള്ള ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. അതേപോലെ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം അഗ്രസീവ് എനർജിയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെ ഒരു കെയർ വേണം. 5-ലെ ഗുരു ദൃഷ്ടി പ്രത്യേകിച്ച് ഈ കമിതാക്കളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായകമാകും. നമുക്ക് ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാകും. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ അതൊക്കെ പരിഹരിക്കാൻ പ്രത്യേകിച്ച് ആ 7-ാം ഭാവാധിപനായ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് സഹായകമാകും എന്ന് തന്നെ പറയാം. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജൂലൈ 16 ആകുമ്പോൾ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു. ആ സൂര്യൻ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി 7-ലുണ്ട്, സൂര്യൻ്റെ ദൃഷ്ടി 7-ൽ വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 7-ൽ വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 7-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ
നമുക്ക് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 കേതുണ്ട്, 2 ശുക്രൻ്റെ സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഫാമിലി തലത്തിലൊക്കെ ആ ശുക്രൻ്റെയൊക്കെ സ്ഥിതി 2 വരുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വീട് പുതുക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ശുക്രൻ 4ാം ഭാവാധിപനും കൂടിയാണ്. ആ ഭാവത്തിൻ്റെ 11ാം ഭാവരാശി ആണ് ഈ 2 എന്ന് പറയുന്നത്. അവിടെയാണ് ആ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം നമ്മൾ ഈ ഓവർ കമ്മിറ്റ്മെൻ്റൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് നമുക്ക് കുടുംബ ചെലവ് കൂടാനും സാധ്യതയുണ്ട്. ജൂലൈ 1, 4, 5, 13, 14, 26, 27, 31 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, പുതിയ സംരംഭങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ളൊരു ഫലമാണ്. നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് കർക്കിടക ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂറിൻ്റെ ഫലത്തെ ഈ ലഗ്നഫലം സ്വാധീനിക്കും എന്നും കൂടെ അറിയുക. ഇപ്പോൾ നമ്മൾ ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരികയുള്ളൂ. ഇപ്പോൾ കർക്കിടക ലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശികൾ ആണ് ഈ കൂറുകാർക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവർ അവരുടെ ലഗ്നരാശി ഏതെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക്, കാരണം കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അതുപോലെ അവകാരം, ഛിദ്രം, അതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അവയൊക്കെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.